അതുകൊണ്ട് തീർന്നില്ല. പരസ്യമായി അദ്ദേഹം പ്രഖ്യാപിച്ചു എന്ന് ഞാൻ ബുഖാരിയിലെ 60ഓളം ഹദീസുകളെ തള്ളി. അതുകൊണ്ട് മുജാഹിദിക്ക് എന്ത് പറ്റിയോ? 60ഓളം ഹദീസുകളെ ഞാൻ ബുഖാരിയിൽ നിന്ന് തള്ളി, അതുകൊണ്ട് മുജാഹിദികൾക്ക് എന്ത് പറ്റി? ആരാ ചോദിച്ചത്? സലാസുലമി. ആ വാചകം നിങ്ങൾ കേട്ടു. സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഇപ്പോൾ ചിലരും മുഷ്ടി ചുരുട്ടിയാണ് എഴുന്നേൽക്കുന്നത്. സുഹൃത്തുക്കളെ സെഫുകളില്ല അകറ്റാണ് ഇങ്ങനെ ചെയ്യുന്നത്. സുല്ലമിയുടെ അഭിപ്രായത്തിൽ നോക്കി ഇതെന്നാ പറഞ്ഞത്? ഞാൻ 60 ഹദീസ് ലൈഫാക്കിയിട്ട് മുജാഹിദ് എന്തെങ്കിലും നഷ്ടപ്പെട്ടുള്ള സുന്നത്ത്? നിങ്ങൾ 60 ഹദീസ് ലൈഫാക്കിനെ പറയലാതെ കൂട്ടാൻ ഞാൻ ഹദീസ് ലൈഫാക്കിയോണ്ട് മുജാഹിദ് പ്രസ്ഥാനം വിശ്വസിച്ചു പോകുന്ന ഏത് വിശ്വാസത്തിനെ നഷ്ടം സംഭവിച്ചത്? ഏത് സുന്നത്തെ അവർക്ക് നഷ്ടപ്പെട്ടത്? ഹദീസായിട്ട് മുജാഹിദ് മാറ്റം വന്നിട്ടില്ല. ബുഖാരി 60 ഹദീസുകളായിരുന്നു. ബുഖാരി മുസ്ലിം മുജാഹിദ് പ്രസ്ഥാനം നടന്നു വന്ന പ്രവർത്തനത്തിലോ വിശ്വാസത്തിലോ മാറ്റമില്ല. ഹലോ, മടവൂരിത് കേൾക്കുമ്പോ ചിരിയാണ്. ഏത് 60 ഹദീസ് തള്ളിയിട്ട് മുജാഹിദ് ഒരു കുഴപ്പമൊന്നുമില്ല, എല്ലാവരും ഒന്ന് ചിരിക്കുക. പക്ഷെ ഇന്ന് മടവൂരികൾ ചിരിക്കില്ല. അതുകൊണ്ട് ആരെങ്കിലും അടുത്തേക്കാണെങ്കിൽ ഒന്ന് കേട്ടു കൊടുത്തേക്കണം. വെറുതെ ചിരിച്ചോട്ടെ. ചിരി ഇന്ന് വരൂല. ഇന്ന് ചിരികൾ അസ്തമിക്കുന്ന ദിവസം, ചിരി അവസാനിക്കുന്ന ദിവസം. എന്താണ് പറഞ്ഞത്? ബുഖാരിയിൽ 60ഓളം ഹദീസുകൾ തള്ളിയിട്ട് മുജാഹിദുകൾക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ്. എന്നാലേ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നയനിലപാടും കേട്ടുപഠിച്ചോ. ചിലപ്പോ കുട്ടികൾ പറഞ്ഞു തരേണ്ടി വരും. ചില ആൾക്കാർ അങ്ങനെയാണല്ലോ, ഞങ്ങൾ വലിയ കാരണവന്മാരുണ്ടായിട്ട് ഇപ്പൊ കുറച്ച് കുട്ടികൾ ചിലപ്പോ പറഞ്ഞു തരേണ്ടി വരും. കാരണം വെച്ചാല് വലുതാകുമ്പോ കുറച്ചൊക്കെ നരച്ചു തുടങ്ങുമ്പോ, അതല്ല എങ്കിൽ മറ്റൊരു രൂപത്തിലേക്ക് വളർന്നു എന്ന് മനസ്സിൽ തോന്നുമ്പോ സ്വാഭാവികമായും പഴയതെന്താണ്, നമ്മുടെ ആദർശം എന്താണെന്ന് മറക്കാൻ പാടില്ല. അല്ലെങ്കിൽ വ്യക്തിപരമായി എന്തെങ്കിലും വിദ്വേഷം ഉണ്ടാകുമ്പോ നമ്മുടെ ആദർശം എന്താണെന്ന് മറക്കാൻ പാടില്ല. അതല്ലെങ്കിൽ മറ്റേതെങ്കിലും നിനക്ക് മാനസികമായി വല്ല അകൽച്ചയും തോന്നുമ്പോ നമ്മുടെ ആദർശം എന്താണെന്ന് മറക്കാൻ പാടില്ല. അതുകൊണ്ട് ഇതാ വളരെ വ്യക്തമായി 1971 ഒക്ടോബർ മാസം 5 ഇറങ്ങിയ അൽമനാറാണ് എന്റെ കയ്യിലുള്ളത്. ഇതിലെ വാചകങ്ങൾ നിങ്ങൾ കേട്ടോണേ. ഈ ലേഖനം എഴുതിയത് ഷെയ്ഖ് മുഹമ്മദ് മൗലവിയാണ്. എന്താ എഴുതിയത്? 1971 കാലഘട്ടത്തിൽ ബുഖാരിയുടെ ഹദീസുകൾക്കെതിരെ ഒരു വിഭാഗം ആളുകൾ ഇവിടെ സംസാരിച്ചപ്പോ ഷെയ്ഖ് മുഹമ്മദ് മൗലവി വളരെ വ്യക്തമായി മറുപടി പറയാ. ഒരു ക്യാപ്ഷൻ ഉണ്ട്, തിരുത്തൽവാദികൾ ഇവിടെയും. ഉണ്ടോ? അതിന്റെ ഹെഡിങ് എന്താ അറിയോ? സഹീഹുൽ ബുഖാരി, സ്ഥിരപ്പെട്ട നബിവചനങ്ങളുടെ വിലപ്പെട്ട സമാഹാരം. എന്താ അവിടെ കൊടുത്തത്? തിരുത്തൽവാദികൾ ഇവിടെയും. എന്താ ഉള്ളത് തിരുത്തൽവാദികൾ ഇവിടെ എന്ന് പറയാൻ കാര്യം? സഹീഹുൽ ബുഖാരിയെ പറ്റി ഒട്ടേറെ ആക്ഷേപങ്ങളുണ്ട്. എല്ലാം ഈയിടെ പൊങ്ങി വന്നവ യുക്തിയുടെ പേരിൽ സ്വന്തം അഭിപ്രായങ്ങൾക്കും തോന്നലുകൾക്കും യോജിക്കാത്തതെല്ലാം തള്ളിപ്പറയുന്ന കുൽസിത ബുദ്ധികൾ നൊടിഞ്ഞുണ്ടാക്കുന്ന കള്ളപ്രചരണങ്ങൾ വാസ്തവത്തിൽ മറുപടിയെ അർഹിക്കുന്നില്ല. ഇക്കൂട്ടത്തിൽ സഹീഹുൽ ബുഖാരിയെ പറ്റിയുള്ള ആക്ഷേപങ്ങളും പെടുത്താം. തന്റെ ചില നിഗമനങ്ങളോട് വിയോജിക്കുന്നതിനാൽ മാത്രം സഹീഹുൽ ബുഖാരി തോട്ടിലെറിയണമെന്ന് നാടുനീളെ നാക്കിട്ടടിച്ച് നടക്കുന്നവർ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട്. സ്വന്തം യുക്തിയാകുന്ന മാനദണ്ഡം വെച്ചളന്ന് സഹീഹുൽ ബുഖാരിയിലെ ഒട്ടേറെ ഹദീസുകൾ തള്ളിക്കളഞ്ഞ് ആ മഹത് ഗ്രന്ഥത്തെ ഒട്ടുമുക്കാലും വെട്ടിച്ചുരുക്കി അലങ്കോലപ്പെടുത്തിയവരും കുറവല്ല. അടുത്ത കാലത്ത് പ്രത്യക്ഷപ്പെട്ട അത്തരം ചില വിവരക്കേടുകളെ പറ്റി സാന്ദർഭികമായി സംസാരിക്കാതെ നിവൃത്തിയില്ല. പക്ഷേ കൂട്ടത്തിൽ ചിലത് പറഞ്ഞാൽ മതിയാകയില്ല. അതുകൊണ്ട് ഈ ലേഖനത്തെ തുടർന്ന് തന്നെ 1-2 ലക്കങ്ങളിലായി പ്രസ്തുത കൈകടത്തലുകളെ പറ്റി പ്രതിപാദിക്കാം ഇൻഷാ അല്ലാഹ്. 1971 ഇതുപോലെ സഹീഹുൽ ബുഖാരിയിലെ ഹദീസുകളിൽ ചില ഹദീസുകളെടുത്ത് അത് തള്ളിക്കളഞ്ഞൊരു വിഭാഗം ആളുകൾ ഇവിടെ വന്നപ്പോ ഷെയ്ഖ് മുഹമ്മദ് മൗലവി 1971 അൽമനാറിലൂടെ അത്തരത്തിലുള്ള ആളുകൾക്ക് മറുപടി പറഞ്ഞ ലേഖനമാണിത്. ഇതൊന്നുകൊണ്ട് അവസാനിക്കുന്നില്ല. അവിടുന്ന് അങ്ങോട്ട് അൽമനാറിൽ തുടർ ലേഖനങ്ങൾ വന്നു. ചില ആളുകൾ ബുദ്ധിയുടെയും അതുപോലെ തന്നെ ബുദ്ധിയുടെ മാനദണ്ഡത്തിൽ നിഷേധിക്കുന്ന ഹദീസുകൾ ഒന്നൊന്നായി എടുത്ത് ഖുർആനിന് വിരുദ്ധമാണ് എന്ന് വാദിക്കുന്ന ഹദീസുകൾ ഒന്നൊന്നായി എടുത്ത് ഷെയ്ഖ് മുഹമ്മദ് മൗലവി കാലഘട്ടത്തിൽ ലേഖനം എഴുതി പഠിപ്പിച്ചു. 1971 കാലഘട്ടത്തിൽ. എന്നിട്ട് ഇപ്പൊ പറയണത് 60 ഹദീസ് നിഷേധിക്കാണ്. തള്ളിയിട്ട് മുജാഹിദൊന്നും പറ്റിയില്ലല്ലോ. 60 ഹദീസ് തള്ളിയിട്ട് അല്ലെങ്കിൽ ദുർബലാക്കിയിട്ട് മുജാഹിദുകൾക്കൊന്നും പറ്റിയില്ലല്ലോ. ഇത് നമ്മളിങ്ങനെ പിടിക്കാൻ തുടങ്ങി.
പിടിച്ചത് ഹൽക്കിന. കാരണം ഇവര് വിചാരിച്ചത് ജിന്നുമ്മെ തീർക്കാന്നാ. പക്ഷെ നമ്മൾ വിചാരിച്ചു ജിന്നുമ്മ മാത്രം ആക്കണ്ട, നേരെ മറിച്ച് പിടിക്കുമ്പോ ഹൽക്കിന് പിടിക്കണമല്ലോ. രണ്ടും ഒന്നിച്ച് പിടിക്കാൻ തീരുമാനിച്ചു. രണ്ടും ഒന്നിച്ച് പിടിക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ നമ്മെ സംബന്ധിച്ചിടത്തോളം പിടിച്ചു കഴിഞ്ഞപ്പോ ഹാലലി വടവൂരി മറുപടി ഖണ്ഡന മുഖാമുഖം അങ്ങനെ നാട് നീള പരിപാടികളായി. എന്നിട്ട് എന്താ ചോദ്യം തന്നെ, ആ ചോദ്യം നിങ്ങൾ കേട്ടു. ഈ ഇതിനെ കുറിച്ച് ബുഖാരിയിലെ ഹദീസ് തള്ളി അന്ന് നമ്മൾ പറഞ്ഞപ്പോ അതിനെക്കുറിച്ച് ഒരു ചോദ്യം തിരി മറു ചോദ്യം. എന്താ ആ ചോദ്യം എന്ന് ചോദിക്കട്ടെ. ഞാൻ 60 ഹദീസ് ദുർബലപ്പെടുത്തിയോലോ. ഒരൊറ്റ ഹദീസ് കൂട്ടരെ ബുഖാരിത്തെ ഞാൻ ലൈഫാക്കിയത് കാണിച്ചോ. ഒരൊറ്റ ഹദീസ് ഞാൻ ബുഖാരിയെ ദുർബലപ്പെടുത്തി കാണിച്ചു തരാമോ? അപ്പൊ 60 ഹദീസ് നേരത്തെ തള്ളിന്ന് ആരാ പറഞ്ഞത്? ചിലപ്പോ ജിന്ന് രൂപം മാറി വന്ന് പറഞ്ഞായിരിക്കും. കാരണം എന്താ, ജിന്നുകൾ രൂപം മാറി വരുമെന്ന് വണ്ടി ശബാബിൽ എഴുതി വിട്ടിട്ടുണ്ട്. ജിന്ന് പല കോലത്തിലും വരുന്ന ശബാബിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ വല്ല ജിന്നും രൂപം മാറി വന്ന് പറഞ്ഞതാണോ? അങ്ങനെ പറഞ്ഞ സലാസുലമി സമ്മതിക്കൂല. അങ്ങനൊന്നും പറ്റൂല. അപ്പൊ പിന്നെ ആരാത് പറഞ്ഞത്? സലാസുലമി തന്നെ 60 ഹദീസ് തള്ളിയിട്ട് മുജാഹിദിക്കൊന്നും പറ്റിയില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പൊ ആരാണ്? അപ്പൊ എന്താ സംഭവം അറിയാം. ഞാനിങ്ങനെ ഒന്നുകൂടി അത് വിശദീകരിച്ച് കേട്ടു നോക്കി. എന്താ ഉള്ളത് എന്നല്ലേ. 60 ഹദീസ് ഞാൻ തള്ളിയിട്ടില്ല എന്നാ പറയുന്നത്. 60 ഹദീസ് ഞാൻ തള്ളിയിട്ടില്ല. പിന്നെ ആരാ തള്ളിയത്? അത് മുൻഗാമികളായ പല ആളുകളും തള്ളിയത് കൂട്ടത്തിൽ ഞാനും തള്ളിയതാണ്. മനസ്സിലായോ? ഞാൻ തള്ളിയിട്ടില്ല എന്ന് പറഞ്ഞാൽ എല്ലാം കൊള്ളുവോ? എല്ലാം സ്വീകരിക്കുമെന്ന് ചോദിച്ചാൽ ഇല്ല, എല്ലാം സ്വീകരിക്കൂല. പിന്നെയോ മുമ്പ് പണ്ട് പലരും തള്ളിയത് ഞാനും തള്ളി. അല്ലാതെ ഞാൻ തള്ളി പണ്ട് അബൂബക്കർ മുസ്ലിയാർ ഒരു കഥ പറയാറുണ്ട്. എന്തെന്നില്ല, മൂപ്പര് ഒരു കോടതി ഒരു കേസായിട്ട് പോയി. അപ്പൊ മൂപ്പർക്ക് വല്ലാത്ത മൂത്രശങ്ക, മൂത്രമൊഴിക്കണം. അപ്പൊ വെള്ളം ഇങ്ങനെ അന്വേഷിച്ചപ്പോ കോടതി വരാത്തിൽ ആളുകൾ കുടിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ അബൂബക്കർ മുസ്ലിയാർ പോയി അതിൽ നിന്ന് ആ ഗ്ലാസ് എടുത്ത് അതിന് വെള്ളം നിറച്ച് കോടതിയുടെ മതിൽക്കെട്ടിന്റെ ഒരു മൂലയിൽ പോയി മൂത്രമൊഴിച്ചു. അങ്ങനെ മൂത്രമൊഴിക്കലെ കഴിഞ്ഞ് കോടതിയിലേക്ക് വിളിച്ചു അബൂബക്കർ മുസ്ലിയാരെ. വിളിച്ചിട്ട് ചോദിച്ചു, അല്ല നിങ്ങളൊരു വിഷയത്തിൽ കേസുമായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത്, ഇവിടെ വന്നു കഴിഞ്ഞപ്പോ നിങ്ങളുടെ പേരിൽ ഒരു കേസ് കൂടെ, ഒരു പെറ്റി കേസ് കൂടെ ഉണ്ട്. അപ്പൊ അബൂബക്കർ മുസ്ലിയാർ ചോദിച്ചു, എന്താ എന്റെ പേരിലുള്ള കേസ്? അപ്പൊ നിങ്ങൾ കോടതി വളപ്പിൽ മൂത്രമൊഴിച്ചു. അതാണോ കാര്യം? സത്യത്തിൽ ഞാൻ മൂത്രമൊഴിച്ചെന്നുള്ളത് ശരിയാ, പക്ഷെ അതിന്റെ കാരണം എന്താന്ന് അപ്പൊ പറഞ്ഞു, പോലീസുകാരൻ മൂത്രമൊഴിക്കണത് കണ്ടു, അപ്പൊ ഞാനും മൂത്രമൊഴിച്ച ആളില്ല. അപ്പൊ കോടതി ജഡ്ജി പറഞ്ഞു, എങ്കിൽ പിന്നെ കുഴപ്പമില്ല, നിയമപാലകൻ തന്നെ നിയമം ലംഘിച്ച പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയണ്ട, അതുകൊണ്ട് പെറ്റി കേസ് പിൻവലിച്ചു. എനിക്ക് അബൂബക്കർ മുസ്ലിയാർ തിരിച്ചിങ്ങ് പോരാ വണ്ടിയിൽ. പോരുമ്പോ കൂടുതൽ ഒരാൾ ചോദിച്ചു, ഉസ്താദേ പച്ച കള്ളല്ലേ അവിടെ വെച്ച് താങ്കൾ പറഞ്ഞത്? അവിടെ താങ്കൾ മാത്രമല്ല മൂത്രമൊഴിച്ചിട്ടുള്ളൂ, പോലീസുകാരൻ മൂത്രമൊഴിച്ചിട്ടുണ്ടോ? പിന്നെ കോടതി കയറിയിട്ട് പോലീസുകാരൻ മൂത്രമൊഴിക്കണം കണ്ടു നിങ്ങൾ പറഞ്ഞതോ? അപ്പൊ അബൂബക്കർ മുസ്ലിയാർ ചിരിച്ചിട്ട് പറഞ്ഞു, അതെ ഞാൻ പറഞ്ഞത് ശരി തന്നെയാണ്, സത്യം തന്നെയാണ്. ഞാൻ പറഞ്ഞത് എന്താ, പോലീസുകാരൻ മൂത്രമൊഴിക്കുന്നത് കണ്ടു, ഞാൻ മൂത്രമൊഴിച്ചു. അല്ല പോലീസുകാരൻ മൂത്രമൊഴിച്ചെന്ന് ഞാൻ പറഞ്ഞു. പോലീസുകാരൻ മൂത്രമൊഴിച്ചെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പോലീസുകാരൻ മൂത്രമൊഴിക്കുന്നത് കണ്ടാണ്. അതാണ് പോലീസുകാരൻ മൂത്രമൊഴിക്കുന്നത് ഞാൻ കണ്ടു, മൂത്രമൊഴിച്ചത് ഞാനാണ്. അപ്പൊ ജഡ്ജിക്ക് അതിരിക്കില്ലെങ്കിൽ എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നാണ് ആര് പറയുന്നത്? ഈ അബൂബക്കർ മുസ്ലിയാർ പറയുന്നത്. ഇതുപോലെയാണ് ആര്? ഈ സലാസുലമി പറയാ, ഞാൻ തള്ളിയിട്ടില്ല. പിന്നെ ആരാ തള്ളിയത്? ഞാൻ മുമ്പ് മുൻഗാമികൾ പലരും തള്ളിയിട്ടുണ്ട്, അക്കൂട്ടത്തിൽ ഞാനും തള്ളിയതാണ്. ആ മുൻഗാമികളൊന്നും ആരാ? മുൻഗാമിത്തെ ഒരുപാട് മുൻഗാമി, ജയകന്നൂർ മൗലവി ഇപ്പൊ മുൻഗാമിയല്ലേ? 100 കൊല്ലം കഴിഞ്ഞാൽ ലത്തീഫ് മുസ്ലിയാർ മുൻഗാമിയല്ലേ?